നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കല്യാണിയെ കുത്തിയിട്ട് രാഹുൽ ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഓടിച്ചെല്ലുന്നൊരു ഓട്ടോറിക്ഷയുടെ മുന്നിലും കൈ കാണിച്ച് ഓട്ടാ നിർത്തി. അപ്പോഴേക്കും ഓട്ടോക്കാരൻ ചോദിച്ചു, എങ്ങോട്ടാ സാറേ, എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. എടൂ, പെട്ടെന്ന് വണ്ടി എടുക്കുക, ഒരു ഹോസ്പിറ്റൽ കേസാന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ കേസോ? അതെ, പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു. വണ്ടി എടുത്തു. സാറേ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയാം, താൻ വണ്ടി വിടാൻ പറഞ്ഞു. അല്ല സാറേ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, അതെ, കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുത്തം വീണു, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ആംബുലൻസില്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കായിരിക്കും ആദ്യം കയറ്റുന്നേ. ഇത് ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാ, അതുകൊണ്ട് വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. സാറേ, അത് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലൊക്കെ തന്നെയാ. അത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, എടോ, ആ ഹോസ്പിറ്റലല്ല, വേറെ ഹോസ്പിറ്റലാ. ഞാൻ തന്നോട് പറഞ്ഞോളാം എങ്ങോട്ടാന്ന്. താൻ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ആ ഓട്ടോക്കാരൻ കിരണിനോടും രതീഷിനോടും പറയണം. അപ്പൊ ഓട്ടോക്കാരനെ കണ്ടു കഴിഞ്ഞപ്പം അയാള് രാഹുൽ തന്റെ ഓട്ടോയിൽ കയറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഓട്ടോയുടെ നമ്പരും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ കിരണും രതീഷും അയാളെ അന്വേഷിച്ച് അവിടെ എത്തിയതാണ്. പിന്നീട് കിരൺ ചോദിച്ചു, എന്നിട്ട് അങ്ങേരെ എവിടെയാ കൊണ്ടുപോയി വിട്ടെന്ന് ചോദിച്ചു. അത് സാറേ, കുറെ ദൂരം അങ്ങോട്ട് പോയി. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എടോ, തനിക്ക് എവിടെ ഇറങ്ങണ്ടേന്ന് ചോദിച്ചു. 5-6 കിലോമീറ്റർ കഴിഞ്ഞല്ലോ, ഇതുവരെയായിട്ടും ഹോസ്പിറ്റലും കയറിയിട്ടില്ല. ഇത്രയും ദൂരം പോരുകയും ചെയ്തു. ഇതെന്താ അത്? ഹോസ്പിറ്റലൊന്നും കയറാതെ വെറുതെ എന്തിനാ ചുറ്റിക്കറങ്ങണമെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രാഹുൽ പറഞ്ഞു, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. മര്യാദയ്ക്ക് വണ്ടി നേരെ വിട്ടു. പിന്നെ ഒരു കത്തി എടുത്ത് കാണിക്കുകയാണ്. കത്തി നിറച്ചും ചോരയായിരുന്നു. ഇതൊരു സ്ത്രീയുടെ ചോരയാ, അറിയാലോ. മര്യാദയ്ക്ക് താൻ ഇരുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ തന്റെ പള്ളക്കേറ്റ് ഞാൻ ഈ കത്തി. അയ്യോ പൊന്നു സാറേ, സാറ് പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. സാറിന് എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭാര്യയും 2 കുട്ടികളും ഒക്കെ ഉള്ളതാ. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. എങ്കിൽ പറയുന്ന അങ്ങോട്ട് അനുസരിക്കുക, വണ്ടി എടുക്കണോന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് വണ്ടി എടുത്ത് സാറേന്ന് കിരണിനോട് പറഞ്ഞു. എന്നിട്ടോ ആ വട്ടക്കൊന്ന് കോളനിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിർത്താൻ പറഞ്ഞു. അയാളെ അവിടെ ഇറക്കി വിട്ടു. അയാൾ അങ്ങോട്ട് പോകുന്നതും കണ്ടു. അപ്പോഴെനിക്കൊരു സമാധാനമായത്. പക്ഷെ പോകുന്നതിന് മുമ്പ് അയാളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് ഞാൻ തീർക്കുന്ന. പേടിച്ചിട്ടാ സാറേ. എനിക്കാണ് അയാളെ നല്ല പേടിയുണ്ടായിരുന്നു. അയാളൊരു ഒത്ത മനുഷ്യനാ, അജാനും ബാഹുവാ. അയാളെപ്പോലുള്ള ഒരാളുടെ അടുത്ത് പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഞാൻ അനുസരിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, സാരമില്ല, ദേ ഈ പൈസ വെച്ചോ, ഓട്ടോക്കോലി തന്നില്ലോ അയാള്. അതൊന്നും സാരമില്ല സാറേ, സാർ ഓട്ടോക്കോലി തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ജീവൻ തിരികെ കിട്ടിയത് തന്നെ എനിക്ക് ഭാഗ്യമായിട്ടാ തോന്നിയെന്ന് പറഞ്ഞു. പിന്നീട് കിരൺ നിർബന്ധിച്ച് ആ പൈസ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കിരണും രതീഷും കൂടെ കാറിലേക്ക് കയറി രാഹുലെ അന്വേഷിച്ച് പോകണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വട്ടക്കുന്ന് കോളനിയിൽ അവിടേക്ക് ഒന്ന് പോയി അന്വേഷിക്കാം. ആ ഭാഗത്ത് എവിടെയെങ്കിലും അവൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കിരണിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഇതാ CI മാർട്ടിനാണല്ലോ, ഇയാൾ എന്തിനാ പോലും വിളിക്കണേ. രതീഷ് പറഞ്ഞു, കോൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കിരണിനോട് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ പറഞ്ഞു. കിരൺ എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ഹാജരാവാതിരിക്കാൻ പറ്റില്ലല്ലോ, CI വിളിക്കുന്നേ. CI വിളിക്കുമ്പോൾ ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകത്തുള്ളൂ. ഒടുവിൽ കിരൺ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് കിരൺ CI മാർട്ടിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് കിരൺ പറഞ്ഞു, സാറേ, ഇപ്പൊ എന്താണെങ്കിലും സാറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്റെ അവസ്ഥ അറിയാലോ, കല്യാണി ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും CI മാർട്ടിൻ പറഞ്ഞു, കിരണിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പോലീസിന് പോലീസിന്റേതായ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വിളിപ്പിച്ചേ. ആ വിളിപ്പിച്ച സമയത്ത് കിരൺ ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കത്തില്ലായിരുന്നു. പിന്നൊരു കാര്യം, ഇതിനെക്കുറിച്ചുള്ള പരാതിയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, രാഹുലിന്റെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം. അന്വേഷിച്ച് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. കണ്ടെത്തി അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തോളാം. പിന്നെ നിയമം ഒന്നും കയ്യിലെടുക്കാനായിട്ട് കിരൺ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയം കിരൺ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടെത്തു സാറേ, ഞാൻ അവനെ തീർത്ത് കളയും. അപ്പോഴേക്കും CI പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങള് അവന്റെ തിരോധനമായിട്ട് ബന്ധപ്പെട്ടെ. അതുകൊണ്ടാണ് കിരണിനെ വിളിച്ചിങ്ങനെ ചോദ്യം ചെയ്യുന്നത്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാറേ, ഇനി എനിക്ക് അത് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സമ്മതിച്ചു, പക്ഷെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് വിളിപ്പിച്ച കിരണ് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് കിരണിനെ എന്താണേലും ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. കിരൺ പോയിക്കോളാൻ പറയണം. അത് കേട്ടപ്പം കിരൺ താങ്ക് യു സാറെന്ന് പറഞ്ഞിട്ട് കിരൺ പോയി. പിന്നീട് രതീഷും കിരണും കൂടെ രാഹുലിനെ അന്വേഷിച്ച് പോവാണ്. പോകുന്ന സമയത്ത് കിരൺ രതീഷിനോട് പറഞ്ഞു, അവൻ ഈ ലൊക്കാലിറ്റിയിൽ എവിടെയാണ്ടുണ്ട്, നമ്മള്
ഉള്ള റെസ്റ്റോറൻറ്റും ഒരുമാതിരിപ്പെട്ട ലോഡ്ജുകളെല്ലാം സെർച്ച് ചെയ്തല്ലോ. പക്ഷെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ സേവിയർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാ പറഞ്ഞേ. ഈ ലൊക്കാലിറ്റിയിൽ എവിടെയോ ഉണ്ടെന്നാ അവനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് രതീഷ് പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവൻ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഗുണ്ടകളുമായിട്ടായിരിക്കും കൂട്ടുകൂടൽ. അങ്ങനെയാണെങ്കിൽ ആ ഗുണ്ടകളുടെ ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ തപ്പിയാൽ മതി, അവൻ അവിടെയായിരിക്കും പോയി ഒളിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവര് ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് കാർ അവിടെ ഒതുക്കിയിട്ടു. പിന്നീട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും കിരണിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. സേവിയറെ വിളിക്കുന്നേ. സേവിയറെ വിളിച്ചിട്ട് അവൻ ഈ ലൊക്കേഷനിൽ ഉണ്ടെന്ന് പറയണം. അപ്പൊ രാഹുലിന്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചാണ് ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിരൺ പെട്ടെന്ന് തന്നെ രതീഷിനോട് പറഞ്ഞു, നമ്മളുള്ളിടത്ത് തന്നെയാണ് അവനുള്ളത്, അവൻ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പം മാസ്ക് ഒക്കെ വെച്ചായിരിക്കും നടക്കുന്നത്, ആർക്കും കണ്ടെത്താതിരിക്കാൻ വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവനെ കണ്ടെത്തണം എന്നൊക്കെ കിരൺ പറയാണ്. ഇതേ സമയത്ത് കാദംബരി കാർത്തിയോട് പറഞ്ഞു, കാർത്തിയേച്ചി ഇനി വീട്ടിലേക്ക് പോയിക്കോ, ഇപ്പൊ തന്നെ അച്ഛന് സംശയം തോന്നുമായിരിക്കും, നമ്മളെല്ലാം ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞ് കാർത്തിക പറഞ്ഞു, അല്ല കല്യാണി ഒന്നും കാണാതെ ഇപ്പൊ കാണാൻ പറ്റില്ല, ഐസിയുലല്ലേ, അതുകൊണ്ട് കാണാൻ പറ്റില്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കിരണും രതീഷും ഒക്കെ അന്വേഷിച്ചു പോയിരിക്കുമല്ലേ, ഒരു പക്ഷേങ്കിൽ ആ രാഹുലിനെ കൈ കിട്ടിയാൽ തീർക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അതെ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, തീർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അങ്ങനെ തീർക്കണം. കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോടെ അയാൾ ഈ ഭൂമിയെ കാണത്തില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ കാർത്തിയെ നിർബന്ധിച്ചാണ് കാദംബരി വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. വീട്ടിൽ വന്നാലും കാർത്തിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണിയുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കണ സമയത്താണ് പ്രകാശൻ അവിടേക്ക് വരുന്നത്. പ്രകാശൻ വന്നിട്ട് ചോദിച്ചു, മോളെ എന്തായി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തീരുമാനമായെന്ന് ചോദിച്ചു. എന്താച്ചാ, എന്റെ കാര്യം എന്താ? ആഹാ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? കല്യാണി മോളെയൊക്കെ കൂട്ടിക്കൊണ്ട് പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞേ. അതെ അച്ഛാ, പോവാം. അല്ല, കല്യാണി മോളും വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ലച്ചാ, ഞാൻ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല, എന്തു പറ്റിയെന്ന് അറിയത്തില്ലോ, അവളിങ്ങനെ വിളിക്കാതിരിക്കുന്നതല്ല. എന്താണെന്നറിയത്തില്ല, മോളൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അല്ല, അത് പിന്നെ അച്ഛൻ ഇപ്പൊ വേണോ, വിളിക്കും മോളെന്ന് പറഞ്ഞു. ഒടുവിൽ കാർത്തിയെ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. സ്വിച്ച് ഓഫാ, അവിടെ ഇത് എവിടെ പോയേക്കുവാ? കിരണിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറ്റായിരുന്നോ? കിരണിനെ വിളിച്ചായിരുന്നു. കിരൺ പറഞ്ഞ കല്യാണി സൈറ്റിൽ പോയേക്കുവാന്നാ. സൈറ്റിലോ? അവിടെ തനിച്ചാണോ പോയത്? ദൈവമേ, ആ ബെഗാസുണ്ടല്ലോ രാഹുല്, പുറത്തിറങ്ങിയിട്ടുണ്ട് പരോളിന്. അവൻ ദേഷ്യം പിടിച്ച് നടക്കുക. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, എപ്പോഴേത് നിമിഷം അതുകൊണ്ട് ആപത്തുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാണല്ലോ കല്യാണി മോളോടൊക്കെ സൂക്ഷിക്കണം, ഒറ്റയ്ക്കൊരിടത്തും പോവല്ലെന്ന്. എന്നിട്ടോ കിരൺ അവളെ തനിച്ചു വിട്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല ചാ, എന്നാലും എനിക്ക് എന്താണെന്ന് അറിയില്ല മോളെ, എന്തോ വല്ലാത്തൊരു ഭയം 2 ദിവസമായിട്ട് മനസ്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണേ, സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. അല്ല, മോളുടെ മുഖത്ത് എന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ട്? ഒന്നുമില്ല. ദിലീപ് വന്നോ മോളെന്ന് ചോദിച്ചു. ഇല്ലച്ച, വരും. എപ്പോഴാ വരുന്നേ? വൈകുന്നേരമായിരിക്കും. എപ്പോഴാ വരണേന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നീട് പ്രകാശം പറഞ്ഞു, ആ ബേഗാസുവിനെ എങ്ങനെയും എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തീർക്കും അവനെ, കാരണം അവൻ ഇനി ആർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് ദുഷ്ടനവന്. കല്യാണി മോളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കണമെന്നൊക്കെ. എന്നാലും അവൾ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് ആകെപ്പാടൊരു വിഷമം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഇത്തിരി കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ മോളെ എന്നും പറഞ്ഞിട്ടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറിപ്പോന്നെ. ആ സമയം കാർത്തിക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനും പറ്റില്ല, അറ്റാക്ക് വന്നിട്ടുള്ള ആളല്ലേ, ഇതൊന്നും താങ്ങാനുള്ള ശക്തി ആ മനസ്സിലില്ല എന്ന് കാർത്തിക്ക് അറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രവും മനോഹറും അവരൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ. അപ്പോഴേക്കുമാണ് ജയിൽ വാർഡ് അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രത്തോട് ചോദിച്ചു, എടാ, ഒരുത്തിനോട് നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവനോട് എന്തേലും പറഞ്ഞിട്ടാണോ നീ പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു. എന്താ സാറേ കാര്യം? അല്ല, നിന്റെ പെങ്ങളെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന്. നിന്റെ പെങ്ങളെ ഉണ്ടല്ലോ ആ രാഹുൽ കുത്തിന്ന് പറഞ്ഞു. കുത്തിന്നോ? അതെ, കുത്തി ക്രിട്ടിക്കൽ സ്റ്റേജാ, ഐസിയുലാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വിക്രത്തിന് മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായി. അത് കണ്ടു കഴിഞ്ഞപ്പോ സഹിച്ചില്ല പോലീസാന. നീ എന്താടെ ചിരിക്കുന്നോ? പെങ്ങൾക്ക് കുത്തേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒറ്റ അടിയായിരുന്നു അവന്റെ കണ്ണം തീർത്ത് വിക്രത്തിന്റെ. മനോഹരൻ തല്ലിക്കൊല്ലു സാറാ ഇവനെ പോലുള്ളവനെ. ആ കല്യാണി ഉണ്ടല്ലോ പാവമാണ്, അതുപോലെ പെൺകുച്ചിനെ ഞാൻ കണ്ടിട്ടില്ല, ദൈവത്തെ പോലുള്ള മനസ്സുള്ള നല്ലൊരു പെൺകുട്ടിയാണ്. അതിന് ആപത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവനൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇവനൊന്നും മനുഷ്യനല്ല സാറേ, ഇവനെ തല്ലി കൊന്നേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതേടാ, അവളും മരിക്കേണ്ടവളാ, അവളും മരിക്കണം, അവള് മരിച്ചാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. നീ ആരുടെ ഇതൊക്കെ പറയാനാ എന്നൊക്കെ മനോഹരനോട് ചോദിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വാക്ക് തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പം വാർഡൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ട് അവിടുന്ന്.
പിന്നീട് വിക്രത്തോട് പറഞ്ഞു, അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കാറിന് ഓടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. സാർ എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്തുണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ പറഞ്ഞു, ദേ വിക്രം, സ്വന്തം പെങ്ങൾക്ക് കുത്ത് കിട്ടിയെന്നപ്പോ ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു ആങ്ങളെയും കണ്ടിട്ടില്ല. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ മരിച്ചെന്നറിഞ്ഞിട്ട് പോലും കർമ്മങ്ങൾ ചെയ്യാൻ പോത്തവനല്ലേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അതേടോ അങ്ങനെ തന്നെയാ, അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് വിക്രത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ മരണ വാർത്ത എത്രയും പെട്ടെന്ന് കേൾക്കണം, അവള് മരിച്ചെന്ന് അറിയണം എന്നൊരു ചിന്ത. ഈ സമയം മനോഹർ പാടിനോട്, സാറേ ഇവനെ പോലുള്ളവരന്മാരെ തീർക്കണം, അതുകൊണ്ടാണ് ഞാൻ ആ രാഹുലിനെ തീർക്കാൻ ശ്രമിച്ചത്. ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ തീർന്നെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ തീരണം, അങ്ങനെ ഇവനെ പോലുള്ള ദുഷ്ടന്മാരൊന്നും ഭൂമി ജീവനോടെ ഉണ്ടാവാൻ പാടില്ലെന്നൊക്കെ മനോഹരം പറയണം. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.